പോപ്പ് ഫ്രാൻസിസ് 2025 കാലം ചെയ്യുമെന്ന് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിഷിയായ നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ. ഉയർപ്പ് തിരുനാളിന്റെ പിറ്റേന്ന് വത്തിക്കാൻ പ്രാദേശിക സമയം രാവിലെ 7:35 ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ മഹാ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകത്തോട് വിട പറഞ്ഞു. ഏറെ നാളായി രോഗശയ്യയിലായിരുന്നുവെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായാണ് 88-ാം വയസ്സിലെ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ. എന്നാൽ പോപ്പ് ഫ്രാൻസിസിന്റെ ദേഹവിയോഗം 2025 സംഭവിക്കുമെന്ന് 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജ്യോതിഷിയായ നോസ്ട്രഡാമസ് പ്രവചിച്ചിരുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നിഗൂഢമെന്നും പലപ്പോഴും അശുഭകരമെന്നും പേരുകേട്ടതാണ് നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ. വത്തിക്കാനെ ചുറ്റിപ്പറ്റിയുള്ള നിലവിലെ സംഭവങ്ങളുമായി നിരവധി വിചിത്രമായ ചില സമാനതകൾ അദ്ദേഹത്തിന്റെ ഈ പ്രവചനത്തിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ദുർബലനായ പോപ്പ് എന്നതാണ് നോസ്ട്രഡാമസിന്റേതായി പറയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവചനങ്ങളിലൊന്ന്. ഒരു വയോധികനായ പോപ്പിന്റെ മരണശേഷം തന്റെ വീക്ഷണങ്ങൾ ദുർബലപ്പെടുത്തുന്ന ഒരു പോപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ പരാമർശിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത ശേഷം പ്രവചനത്തിന്റെ ഈ ഒരു ഭാഗം പലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹത്തിന്റെ പ്രായവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അദ്ദേഹം കടന്നുപോയ ആരോഗ്യ പ്രശ്നങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഈ പ്രവചനം ശരിയാണെന്ന് പലരും സമ്മതിക്കുന്നുണ്ട്. നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിൽ പോപ്പ് ഫ്രാൻസിസിനെ വളരെ പ്രായമുള്ള വ്യക്തിയായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മുൻപുള്ള മാർപ്പാപ്പ കാലം ചെയ്തതിനു ശേഷം റോമൻ വംശജനായ ഒരു പുതിയ നേതാവ് ഉയർന്നു വരുമെന്ന് പ്രവചനത്തിൽ സൂചിപ്പിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അർജന്റീനയിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് ഇറ്റലിക്കാരനാണ്. ഇത് നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിൽ പ്രതീകാത്മകമായി പരാമർശിച്ചിരിക്കുന്നതായി ചിലർ പറയുന്നുണ്ട്. പിൻഗാമി തന്റെ സ്ഥാനം ദുർബലപ്പെടുത്തുന്നുവെന്ന് നോസ്ട്രഡാമസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും പുരോഗമനപരവും ചിലപ്പോൾ വിവാദപരവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടുകളെക്കുറിച്ചുള്ള നേതൃത്വ ശൈലിയെക്കുറിച്ചും ചിന്തിക്കാൻ ചിലരെ പ്രേരിപ്പിച്ചതായി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കത്തോലിക്ക സഭയിൽ ഭാവിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്ന് ഈ പ്രവചനം സൂചന നൽകുന്നു. കറുത്ത വർഗ്ഗക്കാരനായ ഒരു മാർപ്പാപ്പ വരുമെന്ന് നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിൽ പറയുന്നുണ്ട്. ഇതിനൊപ്പം 7 കുന്നുകളുടെ നഗരത്തിന്റെ പതനവും പ്രവചിച്ചിട്ടുണ്ട്. 7 കുന്നുകളുടെ നഗരം എന്നത് റോമിനെ കുറിച്ചുള്ള വിശേഷണമാണ്, പ്രത്യേകിച്ച് വത്തിക്കാനെ കുറിച്ച്. മാർപ്പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ച് ആരോഗ്യനില ഗുരുതരമായപ്പോൾ അദ്ദേഹത്തിന് പിൻഗാമി ആരെന്ന് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിരുന്നു. നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിലെ കറുത്ത പോപ്പ് എന്ന പരാമർശം കാര്യമായ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടുന്ന ഈശോ സഭയിലെ ഒരു നേതാവിനെ കുറിച്ചുള്ള പരാമർശമാണിതെന്ന് ചിലർ വിശ്വസിക്കുന്നു. അതേസമയം സഭയുടെ നേതൃത്വത്തിൽ സംഭവിക്കുന്ന വിശാലമായ പരിവർത്തനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും ചിലർ പറയുന്നുണ്ട്. വത്തിക്കാന്റെ ഭാവിയെ ചുറ്റിപ്പറ്റിയുള്ള നിലവിലെ അനിശ്ചിതത്വങ്ങളുടെ വെളിച്ചത്തിൽ ഈ വ്യാഖ്യാനം കൂടുതൽ ശക്തമായി. വളരെ പ്രായമുള്ള ഒരു പോപ്പിന്റെ വിയോഗം പ്രവചിക്കുന്ന നോസ്ട്രഡാമസിന്റെ പ്രവചനം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ യാഥാർത്ഥ്യമായെന്ന് ചില ജ്യോതിഷികളും അതുപോലെ നോസ്ട്രഡാമസിനെ സ്നേഹിക്കുന്നവരും വിശ്വസിക്കുന്നു.